ഇന്നത്തെ വനിതയിൽ കർമ്മമേഖലയിൽ വിജയവുമായി സുനിത. വീടിന്റെ ഉള്ളം തൊട്ടറിയുന്നതും വീടിനെക്കുറിച്ച് ഏറെ സ്വപ്നം കാണുന്നതും സ്ത്രീകളാണ്. എന്നാൽ ഭവന നിർമ്മാണം എന്ന മേഖലയിലേക്ക് അപൂർവമായി മാത്രമേ സ്ത്രീകൾ കടന്നു ചെല്ലാറുള്ളൂ. ഇവിടെയാണ് സുനിതയുടെ പ്രസക്തി. ഭവന നിർമ്മാണവും ഒപ്പം ഇന്റീരിയർ ഡിസൈനിങ്ങും സ്വന്തം മേഖലയാക്കി വിജയം കണ്ടെത്തിയ വനിതയാണ് സുനിത. ബാംഗ്ലൂർ നഗരത്തിലെ ഈ വിജയഗാഥയുമായി സുനിത ഇന്ന് വനിതയ്ക്കൊപ്പം. ഹലോ. ആർക്കിടെക്ചർ രംഗത്ത് സ്ത്രീകൾ പൊതുവെ കുറവാണ്. ഒരു 20 വർഷമായിട്ട് ഈ ഒരു രംഗത്തുണ്ട്. അതും ഡിസൈനിങ്ങിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടെന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്കുള്ള ഒരു വരവ്? എൻ്റെ ഫാദർ ആർക്കിടെക്റ്റ് ആയിരുന്നു. സോ കൊച്ചിലെ തൊട്ട് ഡാഡീനെ ഫോളോ ചെയ്യുമായിരുന്നു ഞാൻ ഒത്തിരി. ഒരു അപ്പനായിട്ട് കൂടുതൽ ഒത്തിരി ഡ്രോയിങ്സിലും ഇതിലും എന്നെ കൊച്ചിലെ തൊട്ട് ഒരു എൻകറേജ്മെൻറ്റ് തരുമായിരുന്നു. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ കുറേ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടിയത് എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ ഒരു മകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗിഫ്റ്റ് തന്നത് ആ ഡാഡിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് ഹസ്ബൻഡ് ഒത്തിരി എൻകറേജ്മെൻറ്റ് തന്നിട്ടുണ്ട്. എനിക്കിതിന് ഈ ഒരു ഫീൽഡിലോട്ട് കൂടുതൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ഫീൽഡിലോട്ട് തന്നെയാണ് കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചേക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഈ രംഗത്തേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്നത്? ആഫ്റ്റർ മാരേജ് ആണ്. ആഫ്റ്റർ മാരേജ് ടോണി ഞങ്ങൾ ആദ്യം ബിസിനസ്സായിരുന്നു, റബ്ബർ ബിസിനസ്സായിരുന്നു. പിന്നെ ആ സമയത്താണ് ബാംഗ്ലൂരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഫാമിലിയായിട്ട് കുറേ ലാൻഡ് എല്ലാം ഉണ്ടായിരുന്നു. അവിടെ തന്നെ നമ്മൾ ഒരു പുതിയതായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഐഡിയ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു. അങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ്സിലോട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബിൽഡറായി ഒരു റബ്ബറിൽ നിന്ന് ബിൽഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു പുതിയതായിട്ട് ബാംഗ്ലൂരിലോട്ട് IT സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒത്തിരി അപ്പാർട്ട്മെൻറ്റ് വാസ് ഇൻ ഡിമാൻഡ്. സോ ദെൻ വി സ്റ്റാർട്ടഡ് വിത്ത് അപ്പാർട്ട്മെൻറ്റ്സ്. 20 വർഷത്തിനുള്ളിൽ ഒരു 1000 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കാന്ന് പറയുന്നത് വെരി ഈസി ജോബ് അല്ലേ? 20 വർഷം 10 ഇയേഴ്സിലാണ് നമ്മൾ 10 ഇയേഴ്സിലാണ് ഒരു 100,000 അപ്പാർട്ട്മെന്റ്സ് ആയി. ഇപ്പൊ ഫിനിഷ്ഡ് 1000 അപ്പാർട്ട്മെന്റ് ഡിസൈനിങ്. അത് ശരിക്കും ഒരു വലിയ കമ്മിറ്റ്മെന്റ്. ഇത്രയും വലിയൊരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും? ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പാസ്റ്റ് അബൌട്ട് 3 months ബാക്ക് അതിന് ഫുള്ളായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് യു ഓൾവേസ് യൂസ് ടു എൻകറേജ് മീ ടു ഡു തിങ്സ്, സംതിങ് ന്യൂ, സംതിങ് വിത്ത് എ കോൺസെപ്റ്റ്. ആ ഒരു സാധാരണ ഒരു ഫ്ലാറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാളും യു ഹാവ് ടു ഷോ സംതിങ് ന്യൂ എന്നുള്ള ഒരു കോൺസെപ്റ്റോടുകൂടി ഒരു പുതിയ പ്ലാനിങ്. ഐ യൂസ് ലോട്ട് ഓഫ് റിസർച്ച് എല്ലാം ചെയ്ത് നല്ലൊരു ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ഒത്തിരി എന്നെ പുഷ് ചെയ്യുമായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു അധികാരത്തിൽ ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. എപ്പോഴും ഒരു വി ഷുഡ് ഡു ദ ബെസ്റ്റ് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സംതിങ് ന്യൂ, ഒരു പുതിയ കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് കോമൺ വാളില്ലാത്ത ഒരു പുതിയ ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്, ഒരു ലോട്ട് ഓഫ് വെന്റിലേഷൻ, അങ്ങനെയുള്ള ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ ചാലഞ്ചാണ്. ഡെയിലി ഒരു പുതിയ ചാലഞ്ചാണ്. ഒത്തിരി പല പ്രോജക്ട്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രോജക്ട്സിലും പുതിയ ഡിസൈൻസ്, സെയിം കോമൺ ഡിസൈൻ അല്ലാതെ പുതിയ ഡിസൈൻസ്, പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരണമെന്ന് ഒത്തിരി റിസർച്ച് ചെയ്ത് കുറേ എൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ട്. അവരുടെയൊക്കെ കൂടെ ഇരുന്ന് എല്ലാവരുടെയും ഓരോരുത്തർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ട്. അത് മുമ്പിലോട്ട് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് വർക്കിനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് വർക്കിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ? ഐ ഗോട്ട് എ ഡിസൈൻ ടീം. അതിൽ 4 ആർക്കിടെക്ട്സ് ഉണ്ട്. വേറൊരു ഡിസൈൻ ടീമും ഉണ്ട്. സോ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ വിട്ടുകൊടുക്കാറുണ്ട്. Then we sit together, combine all the ideas and come out with a new project. അപ്പം അതിൻ്റെ ഫൈനൽ കോൾ I have to take, which is the best design and which is the ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ കമേഴ്ഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും എല്ലാം ആ ഒരു ഏറ്റവും നല്ല ഡിസൈൻ വിച്ച് ക്യാൻ ബി ബിൽഡ് എക്കണോമിക്കലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളൊരു ഡിസൈഡ് ചെയ്യണം. അതൊരു ടഫ് ഡിസിഷനാണ്. പക്ഷെ അത് വി ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. ദാറ്റ് ഇസ് വൺ ജോബ് എൻട്രസ്റ്റഡ് ടു മീ, സോ ഐ ഹാവ് ടു ഡു ഇറ്റ്.
ഇപ്പൊ ഏതൊരാൾക്കും വീടെന്ന് പറയുന്ന ഒരു വലിയ ഡ്രീമാണ് അല്ലെ, ഒരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നതായിരിക്കും ലൈഫിൽ ഏറ്റവും വലിയ ചില മോസ്റ്റ് ഓഫ് ദം വാണ്ടഡ്, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട്. അപ്പം നമ്മൾ അതനുസരിച്ച് ആ ക്ലയന്റിനായിട്ട് ഇരുന്ന് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ആ ഒരു ഡിസൈൻ, കുറച്ച് ഇന്റീരിയർ ഡിസൈൻസ് എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഒത്തിരി അവർക്കത് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ആർ ക്ലയൻറ്റ്സ് ദേ വിൽ കം ഡയറക്ട്ലി ടു അസ് and sit with us and do a lot of changes in the apartment, and we actually encourage it. So ആ ഒരു personalized customer relationship എപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും മുൻതൂക്കം കൊടുക്കണം അല്ലേ. ബട്ട് സ്റ്റിൽ ഒരു ഡിസൈനറിന് ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് റിക്വയർമെന്റ്സ് ആയിട്ട് ആൾക്കാർ വരുമ്പോൾ അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനായിട്ട് മാച്ച് ചെയ്യാതെ ക്ലാഷ് വരുന്ന ഒരു അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. നമ്മുടെ ക്രിയേറ്റീവ് ആ ഒരു ഐഡിയാസ് ഒരു ക്ലയന്റിനെ ബോധിപ്പിച്ച് അവരെ കൊണ്ട് അത് ഇറ്റ്സ് ദെയർ ഐഡിയ എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു ആർക്കിടെക്റ്റ് ഒരു ഡിസൈനറിന്റെ ഏറ്റവും വലിയ കഴിവിരിക്കുന്നത്. വാട്ട് എവർ വി ഫീൽ ഇറ്റ്സ് ഗുഡ്, യു ഷുഡ് മേക്ക് ആ ഒരു ക്ലയന്റിനെ കൊണ്ട് അത് അവരുടെ ഐഡിയ ആണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അത് റെഡിയാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇതുള്ളത്. കാരണം നമ്മുടെ കോൺസെപ്റ്റ് ശരിയാണ്, കറക്റ്റാണ്, അതാണ് അവർക്ക് ഒത്തിരി കംഫർട്ടബിൾ ആണെന്ന് അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കണം. അതിലാണ് ഒരു ഡിസൈനറിന്റെ കഴിവുള്ളത്. ഇപ്പം ഡിഫറെന്റ് പ്രോജക്ട്സ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ ഓരോ പ്രോജക്റ്റും ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബോധപൂർവം ശ്രമിക്കാറ്? ഒത്തിരി ബേസിക്കലി ഒരു അപ്പാർട്ട്മെന്റിൽ ഏറ്റവും പ്രോബ്ലം ഉള്ളത് വെന്റിലേഷൻ ആണ്. അത് അടുത്തടുത്ത മതിൽ വരുമ്പോഴേക്കും ആ ഒരു വെന്റിലേഷൻ പ്രോബ്ലം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി പുതിയ കോൺസെപ്റ്റ്സ്, ആ ഒരു അടുത്ത അപ്പാർട്ട്മെന്റുമായിട്ട് ഒരു വാൾ, സെയിം കോമൺ വാൾ ഇല്ലാതെ ഒരു ബാത്റൂം മാത്രമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ്, കുറേ അട്രിയംസ് കൊടുത്ത് നടുക്ക് സെൻട്രൽ ഗാർഡൻ കൊടുത്ത് അങ്ങനെ ഏറ്റവും മാക്സിമം വെന്റിലേഷൻ കൊടുത്ത് ആ ഒരു പ്രൈവസിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു കോറിഡോർ അപ്പുറത്തും ഇപ്പുറത്തും ഫ്ലാറ്റ്സ്, അതായത് ഒരു പഴയ കോൺസെപ്റ്റാണ്. ഇപ്പോൾ 2 അപ്പാർട്ട്മെന്റിന് ഒരു സിംഗിൾ ലിഫ്റ്റായിട്ട് 2 അപ്പാർട്ട്മെന്റ് ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് വിത്ത് സിംഗിൾ ലിഫ്റ്റ്, അങ്ങനത്തെ പുതിയ കോൺസെപ്റ്റ്സ് ആണ് ഇപ്പം ആൾക്കാർക്ക് വേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഓരോ കോൺസെപ്റ്റിൽ കൂടുമ്പോൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഡിസൈൻ കൊണ്ടുവരാനാണ്. ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രോജക്റ്റിൽ ഒന്നും കൂടി ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പിലോട്ട് പോകുന്നത്.